ഹലോ എവരി വൺ. ഈ മാസം റിലീസിന് ഒരുങ്ങുന്ന ഇഷ്ടരാഗ എന്ന സിനിമയിലെ നായികയാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. ഹായ് ആദിത്യ. വെൽക്കം ടു മാജിക് മീഡിയ. അപ്പൊ ആദിത്യ എങ്ങനെ ഈ സിനിമയിലോട്ട് എത്തുന്നത്? സിനിമയിലേക്ക് എത്തുന്നത് ഞാൻ മോണാക്ട് ചെയ്യും. മോണാക്ട് പിന്നെ ഡ്രാമ ഇതൊക്കെ ചെയ്ത ഒരാളാണ്. സോ ആ ഒരു ടൈമിൽ എന്റെ കൂടെ ഇരുന്നൊരു മിസ്സാണ് എന്നെ സജസ്റ്റ് ചെയ്തത് സാറിന്റെ അടുത്ത്. അവൻ മിസ് ഗുരു തന്നെയാണ് ഇത് സിനിമയിലോട്ട് എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ എങ്ങനെ മോണാക്ട് ഒക്കെ ആദ്യം മുതലേ പ്രാക്ടീസ് ചെയ്ത ഒരാളാണോ? ആദ്യം മുതൽ വെച്ചാല് ചെറുപ്പം മുതലേ? ഞാൻ 3rd സ്റ്റാൻഡേർഡിലാണ് എന്റെ ഫസ്റ്റ് ഡ്രാമ ചെയ്യുന്നത്. സോ ആക്ടിങ് ചെറുപ്പം മുതലേ ഇഷ്ടമാണ്. അപ്പൊ മുതലേ സിനിമയിലോട്ട് വരണം എന്നുള്ള ആഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഒരു അഭിനയം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വം ആയതുകൊണ്ട് തന്നെ സിനിമ എന്ന് പറയുന്ന എല്ലാവർക്കും ഒരു ആഗ്രഹമാണ്. അങ്ങനെയാണ് ഈ സിനിമയിലോട്ട് വരുന്നത്. ഇതിന്റെ ക്യാരക്ടറിനെ പറ്റി പറയാമോ? ഇതിന്റെ ക്യാരക്ടർ ഒരു റൊമാൻറ്റിക് ക്യാരക്ടർ ഉണ്ട്, പിന്നെ ഒരു പാരന്റ്സിന്റെ അടുത്ത് നിൽക്കുന്ന ഒരു അതുകൊണ്ട്, പിന്നെ കുറെ ഇപ്പത്തെ കുട്ടികളിൽ നിന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വളർന്നുകൊണ്ടിരിക്കുന്ന എന്നെ പോലുള്ള കുറെ കുട്ടികളെ ക്യാരക്ടർ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. സോ അത് ഞാൻ വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ അത് ലൈക്ക് ഇപ്പൊ ആദിത്യമായിട്ട് തന്നെ ഭയങ്കരമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ ക്യാരക്ടറായിട്ട്? ഭയങ്കര സിമിലാരിറ്റീസ് ഒക്കെ തോന്നിയായിരുന്നോ പല കാര്യങ്ങൾക്കും? ഇല്ല, ഡിഫറെന്റ് തന്നെയാണ്. ഞാൻ ആ ക്യാരക്ടർ അല്ല. അപ്പൊ ആ ക്യാരക്ടറിലോട്ട് മാറിയപ്പോ ഭയങ്കര എന്തെങ്കിലും പ്രിപ്പറേഷൻ ഒക്കെ എടുത്തായിരുന്നോ? ഇല്ല, കാരണം നമ്മൾ കാണുന്നതാണല്ലോ ആ ഒരു റോൾ എന്ന് പറയുന്നത്. സോ എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, കാരണം നമ്മൾ കാണുന്ന റോൾ ആയതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റി. സോ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഫസ്റ്റത്തെ മൂവി അല്ലേ അതിൽ തന്നെ ഒരു നായികയായിട്ട് വരുന്നു. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു അവസരം കിട്ടിയപ്പോ ഉണ്ടായിരുന്നു? അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? അവസരം കിട്ടിയപ്പോ ഭയങ്കര എക്സൈറ്റഡ് ആണ് സത്യം പറയുള്ളൂ. കാരണം നമ്മള് ഇത്രയും കാലം ഒരു ഡ്രീം, ഞാൻ ശരിക്കും മൂവി എന്നൊരു വേണമെന്ന് ആഗ്രഹിക്കാന്നല്ലാണ്ട് അതിനുവേണ്ടി ഒരു വർക്ക് ചെയ്യാൻ ചെയ്തിട്ടില്ല. അപ്പൊ ആക്ടിങ് വെച്ചാൽ മോണാക്ട്, ഡ്രാമ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന എന്നെ ഒരു എൻറ്റയർലി ഡിഫറെന്റ് ആയ ഒരു ഫീൽഡിലേക്ക് എത്തിക്കാന്ന് പറയുമ്പോ സത്യം പറയാ ഒരു ഡ്രീം പോലെ. അതെ, ആ എക്സൈറ്റ്മെന്റ് എനിക്കിപ്പോ കാണാൻ പറ്റുന്ന. അപ്പൊ ഇപ്പൊ മോണാക്ട് ചെയ്യുമ്പോ എന്ന് പറയുമ്പോൾ നമുക്കതൊരു ഇപ്പൊ പറഞ്ഞല്ലോ ഡിഫറെന്റ് ആയിട്ടൊരു സൈഡാണ് ഈ മോണാക്ട് ഡ്രാമ എന്നൊക്കെ. അപ്പൊ അത് സിനിമയിലോട്ട് വന്നപ്പോ ഭയങ്കരമായിട്ട് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് തോന്നിയായിരുന്നോ അതിലോട്ട്, ആ ഒരു രീതിയിലോട്ട് മാറാനപ്പോ? എനിക്ക് അങ്ങനെ ഒരു ഫീൽ തോന്നിയിട്ടില്ല, പക്ഷെ ചേഞ്ചസ് ഉണ്ട്, ഇല്ലെന്ന് ഒരിക്കലും പറയില്ല. കാരണം ഡ്രാമ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ഡ്രാമ ചെയ്യാന്ന് വെച്ചാൽ ഓഡിയൻസിനെ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ കുറച്ച് ഓവറായിട്ട് തന്നെ കാണിക്കണം കുറെ കാര്യങ്ങൾ. ഇപ്പൊ കരച്ചിലായാലും ചിരിയായാലും അതായത് നമ്മൾ ഇപ്പൊ എന്നതിനെക്കാട്ടും ഒരു ഡബിൾ മടങ്ങ് നമ്മൾ അവിടെ വെക്കണം ഡ്രാമ എന്ന് പറഞ്ഞാൽ. ഇതേ മോണാക്ടിലേക്ക് വരുമ്പോൾ അതേ കേസ് തന്നെയാണ്. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് ആ ഡബിൾ മടങ്ങ് എന്നുള്ള റിയാലിറ്റിയിലേക്ക് വരുവാണ്. എന്ത് കൂടിയാലും അതൊരു ബോറാവും. സോ അതൊക്കെ പരിഗണിക്കാൻ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ ആ ഒരു സമയത്ത് കുറച്ച് പാടുണ്ടായിരുന്നു അല്ലേ? പാട് ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടായിരിക്കാം അത് അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് അത് സെറ്റ് ചെയ്യാൻ അങ്ങോട്ട് പ്രശ്നം ഉണ്ടായിരുന്നില്ല. ലൈക്ക് ഇപ്പം പൊതുവെ ഈ ഫസ്റ്റ് ടൈം ക്യാമറയുടെ മുന്നിലൊക്കെ വരുമ്പോ, മീൻസ് മൂവിയിലേക്ക് വരുമ്പോ ചിലർക്ക് പേടിയൊക്കെ ഉണ്ടാവാറുണ്ട്, ടെൻഷനൊക്കെ, ഈ തെറ്റിപ്പോവോ അല്ലെങ്കിൽ ടേക്ക് പോവോ, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നോ? ടേക്ക് പോകുന്ന ഇഷ്യൂസ് പരമാവധി ഞാൻ കുറച്ചിട്ടുണ്ട്. കാരണം ഇതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ. കാരണം ഞാൻ കാരണം ഒരു ഷൂട്ട് ലാഗ് ആവാന്ന് പറയുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ പരമാവധി എന്റെ കാര്യത്തിൽ ഞാൻ ഓക്കെ ആയിരിക്കണം ഞാൻ സ്വന്തം വിചാരിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറെ തെറ്റുകൾ സംഭവിച്ചിട്ടില്ല, അതൊന്നും ഞാൻ പറയത്തില്ല. ഒരിക്കലും നമ്മളൊരു ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് സ്റ്റാർട്ടിങ് കയറുമ്പോൾ ഒരിക്കലും ഒരാളും പെർഫെക്റ്റ് അല്ല. ശരിയാ, അങ്ങനെ പഠിച്ചിട്ടുണ്ട് പറയാൻ.